പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സന്തോഷമായിരിക്കുന്നല്ലോ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥനയിലിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടൊരു കാര്യമാണ്. ഒരു കഴിവുമില്ലാത്ത, അറിയപ്പെടാത്ത ചില വ്യക്തിത്വങ്ങളെ കർത്താവ് ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരും. പിമ്പന്മാരെന്ന് മനുഷ്യർ പറഞ്ഞവർ, ഇവരെ കൊണ്ട് ഒരു കാര്യവുമില്ല, ഒരു പ്രയോജനവുമില്ല എന്ന് വിധി എഴുതപ്പെട്ടവർ ഈ ദിവസങ്ങളിൽ വലിയ ദൈവിക അഭിഷേകത്തോടെ പുറത്തു വരും. അപ്രകാരമുള്ള ഒരു വ്യക്തിത്വമാണോ നിങ്ങൾ? യാതൊരു കഴിവുമില്ല, ഒരു മിടുക്കുമില്ല, എന്നെ ആരും അറിയത്തില്ല, ഞാൻ ഏറ്റവും ഒതുങ്ങിക്കൂടിയിരിക്കുന്ന ഒരു വ്യക്തിത്വമാ, ഇതെങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും എന്നാണോ ചോദിക്കുന്നത്? ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ലല്ലോ. അവിടുത്തെ അഭിഷേകം നിങ്ങളുടെ മേൽ പകരപ്പെട്ടാൽ നിങ്ങൾ ആളുമാറിയ വ്യക്തിത്വമാകും. പ്രൈസ് ഗാഡ്. നമുക്ക് 1 ശമൂവേൽ 16 അധ്യായം വായിക്കുമ്പോൾ അവിടെ ഇശായിയുടെ ഭവനത്തിൽ കടന്നു വരുന്ന ശമൂവേൽ പ്രവാചകൻ ഓരോ പുത്രന്മാരെയും അഭിഷേക തൈലം അവരുടെ മേൽ ഒഴിക്കുവാൻ മുന്നേക്ക് വിളിക്കുന്നുണ്ട്. പക്ഷേ അവരെയൊക്കെ കണ്ടപ്പോൾ തൻ്റെ അകത്ത് ദൈവാത്മാവ് തന്നെ വിലക്കി. അതിൻ്റെ 7-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: മനുഷ്യൻ അവരുടെ കണ്ണുകൊണ്ട് കാണുന്നത് അറിയുന്നു, പുറമേ ഉള്ളത് നോക്കുന്നു, പക്ഷേ ദൈവം ഹൃദയങ്ങളെ അറിയുന്നു. പ്രൈസ് ഗാഡ്. അവിടെ ഇല്ലാതിരുന്ന ഭവനത്തിൽ നിന്ന് വളരെ ദൂരെ ഒരു പറ്റം ആടുകളുമായി കഴിഞ്ഞിരുന്ന ദാവീദിനെ സ്വർഗം അഭിഷേകം ചെയ്യുവാൻ പ്ലാൻ ഇട്ടിരുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ കൂട്ടുകാർക്ക്, നിങ്ങളുടെ കുടുംബത്തിലുള്ള മറ്റുള്ളവർക്ക് നിങ്ങളെക്കാൾ വിദ്യാഭ്യാസവും കഴിവും ഒക്കെ കാണും. പക്ഷേ അഭിഷേകം അവരുടെ മേൽ പകരപ്പെടണമെന്നില്ല. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ഏറ്റവും ഒഴിഞ്ഞ കോണിൽ ഇരിക്കുന്ന നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് ഞാൻ പറയട്ടെ, ഏറ്റവും പിമ്പനായി കാണപ്പെട്ട നിങ്ങളെ ഈ ദിവസങ്ങളിൽ കർത്താവ് മുൻപന്തിയിലേക്ക് കൊണ്ടുവരും. അഭിഷേകം കാര്യങ്ങളെ തീരുമാനിക്കും. അഭിഷേകം നിങ്ങളുടെ മുഖഛായ മാറ്റും. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഒരു കഴിവുമില്ലാതെ, എടുത്തു പറയുവാൻ ഒന്നുമില്ലാതെ തഴയപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ഞാൻ. എന്നാൽ കർത്താവിൻ്റെ സ്നേഹം എൻ്റെ മേൽ വന്നപ്പോൾ, അവിടുത്തെ അഭിഷേകം എൻ്റെ മേൽ വന്നപ്പോൾ, ഇന്ന് ഒരു വാക്കുകൊണ്ടെങ്കിലും എനിക്ക് നിങ്ങളെ ഒന്ന് ധൈര്യപ്പെടുത്തുവാൻ സാധിക്കുന്നില്ലേ? ഹല്ലേലൂയ. സംസാരിക്കുവാൻ അറിയാത്ത, ഇന്നും അറിയില്ല, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ നാവിലൂടെ ഹോളി സ്പിരിറ്റാ നിങ്ങളോട് സംസാരിക്കുന്നതെന്ന്. എൻ്റെ നാവിനെ കർത്താവിന് ഉപയോഗിക്കാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളെ ഉപയോഗിക്കത്തില്ല? ഒന്ന് ധൈര്യപ്പെട്ടേ, ആ കരമെടുത്ത് നെഞ്ചത്തോടൊന്ന് വെച്ചേ, എന്നിട്ട് പറഞ്ഞേ, അപ്പാ, അങ്ങയ്ക്ക് എന്നെ ആവശ്യമുണ്ടെന്ന് ഞാൻ അറിയുന്നു, അവിടുത്തെ അഭിഷേകം എൻ്റെ മേൽ ഇപ്പോൾ പകരണമേ എന്നൊന്ന് പ്രാർത്ഥിച്ചേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വളരെ തകർന്നിരിക്കുന്ന ചില യൗവനക്കാരത്തികളെ പരിശുദ്ധാത്മാവിൽ ഞാൻ കാണുന്നു. ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം നിങ്ങളായിരിക്കുന്ന രാജ്യത്തിൽ, നിങ്ങൾ ഇരിക്കുന്ന ആ റൂമിൽ ദൈവസാന്നിധ്യം നിങ്ങളെ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുകയാ. അഭിഷേകം നിങ്ങളെ ആള് മാറിയ വ്യക്തിത്വമാക്കി മാറ്റും. താങ്ക് യു മൈറ്റി ഗാഡ്. അഭിഷേകം നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കും. അഭിഷേകം നിങ്ങളുടെ മുമ്പിൽ വലിയ വാതിലുകൾ തുറക്കും. അഭിഷേകം നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനുള്ള വേഗത വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. ഇന്ന് അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനത്തിന് നന്ദി. ആരോടും മിണ്ടുവാനില്ലാതെ, ആരുടെയും ശബ്ദം കേൾക്കുവാനില്ലാതെ ഒറ്റപ്പെട്ട് കേവലം ചില ആടുകളുമായി
ഓ താങ്ക് യു മൈറ്റി ഗാഡ്. വനത്തിലായിരുന്ന ആ ദാവീദിനെ കണ്ട കണ്ണുകൾ, സഹോദരങ്ങളെക്കാൾ ഒന്നും ദാവീദിന് ശ്രേഷ്ഠതയില്ലായിരുന്നു. എന്നാൽ അങ്ങയുടെ ആ കണ്ണുകൾ അങ്ങയുടെ പൊന്നു മകനെ കണ്ടല്ലോ. ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷം ഹൃദയം തകർന്ന് ഒറ്റപ്പെട്ട, ചില അവസരങ്ങൾ നഷ്ടപ്പെട്ട വേദനയിലായിരിക്കുന്ന അങ്ങയുടെ പൊന്നും മക്കളെ ഇപ്പോൾ അങ്ങൊന്ന് സ്പർശിക്കണമേ. അങ്ങയുടെ അളവില്ലാത്ത അഭിഷേകം അങ്ങയുടെ പൊന്നു മക്കളുടെ മേൽ പകരണമേ. ചിലരുടെ നാവുകളെ അങ്ങ് തൊടുന്നതിനായി സ്തോത്രം. ചിലരുടെ ശബ്ദത്തിന്റെ മേൽ അങ്ങയുടെ അസാധാരണമായ അഭിഷേകം പകരുന്നതിനായി നന്ദി. എൻ്റെ ചില പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ ചില വലിയ വാതിലുകൾ സ്വർഗം തുറക്കുന്നതിനായി നന്ദി. അവസരങ്ങളുടെ വാതിലുകൾ, അനുഗ്രഹത്തിന്റെ വാതിലുകൾ, ശുശ്രൂഷയുടെ വാതിലുകൾ അങ്ങയുടെ മക്കൾക്കായി തുറക്കുന്നതിന് നന്ദി പപ്പ. താങ്ക് യു ലോർഡ്. ഞങ്ങൾ അങ്ങേ സ്നേഹിക്കുന്നു. എൻ്റെ പ്രിയരെ എല്ലാം ഞാൻ ബ്ലെസ് ചെയ്യുന്നു കർത്താവേ. താങ്ക് യു ലോർഡ്. താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയരെ, നിങ്ങളുടെ മേലുള്ള തിരഞ്ഞെടുപ്പിനെ തടയുവാൻ ഒറ്റ വ്യക്തിക്കും സാധ്യമല്ല. പൈശാചിക മണ്ഡലത്തിന് നിങ്ങളെ ഒന്ന് എത്തി നോക്കുവാൻ പോലും കഴിയത്തില്ല. നിങ്ങളുടെ മേൽ പകരപ്പെടുന്ന അഭിഷേകം അതിഘനമേറിയതാ. അസാധാരണമായ മാർഗത്തിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഉപയോഗിക്കും. മനുഷ്യൻ പുറമേ ഉള്ളത് കണ്ട് വിധിക്കട്ടെ. സ്വർഗം നിങ്ങളുടെ പ്രഷ്യസ് ഹൃദയത്തെ കാണുന്നു. ധൈര്യമായി മുന്നേറുക. ബ്ലെസ് യു.